പിതാവേ, സ്വർഗീയ അപ്പച്ച, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശിഷ്യരുടെ മേൽ ഇറങ്ങി വന്ന സമയം മുതൽ അവരുടെ കൂടെ ശുശ്രൂഷയിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സേനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷകരുടെയും കൂടെ ദൂതന്മാരുണ്ടായിരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളിന്ന് ഞങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന ദൂതന്മാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളവരെ ബഹുമാനിക്കുന്നു. ഞങ്ങളോടൊന്നിച്ച് ശുശ്രൂഷ ചെയ്യാൻ വരുന്നവരുമായി കൈകോർത്ത് ദൂതന്മാരോട് ചേർന്ന് ആദിമസഭയിൽ വിശുദ്ധന്മാർ ദൈവരാജ്യം പങ്കുവെച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ ദൈവദൂതന്മാരുടെ ഇടപെടൽ എത്ര വലുതായിരുന്നു, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ദൂതന്മാരുടെ ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ, ഒരു കാഴ്ച, ഒരു ഇടപെടൽ ഈ വചനത്തിലൂടെ ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ഞങ്ങൾ അങ്ങേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനായി ദൂതരുടെ സഹായം ദൈവസന്നിധിയിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ അതിൻ്റെ 10, 11, 12, 13 വാക്യങ്ങളിലെല്ലാം ദൂതന്മാരെക്കുറിച്ച് പരാമർശിച്ച ശേഷം ഹെബ്രായർ 1:14 പറയുകയാണ്, ദൂതന്മാരൊക്കെയും എന്തിനു വേണ്ടി അയക്കപ്പെടുന്നു. ഹെബ്രായർ 1:14, അവരൊക്കെ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ. അവരൊക്കെയും, ദൂതന്മാരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ. ഹല്ലേലൂയ. ഓൾ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. ഹല്ലേലൂയ. മിനിസ്ട്രിയിൽ സഹായിക്കുന്നവർ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവത്താൽ അയക്കപ്പെട്ട സേവാത്മാക്കൾ. ഹല്ലേലൂയ. ആർക്കു വേണ്ടി? സാൽവേഷൻ പ്രാപിച്ചവർക്കായി. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർക്കായി സ്വർഗത്തിൽ നയിക്കപ്പെടുന്ന സേവാത്മാക്കളാണ് ദൈവദൂതന്മാർ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളോട് കൂടെ ശുശ്രൂഷയ്ക്കായി സ്വർഗം നൽകുന്ന ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുക, നിങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ഉള്ളതുപോലെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്തുതി എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ദൂതൻ്റെ സ്പർശനം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെ സേവാത്മാക്കളെ, ദൂതന്മാരെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ദൂതന്മാരെ കേൾക്കാൻ പറ്റും. ദൂതന്മാരുടെ സ്പർശനം നിങ്ങൾക്ക് ലഭിക്കും. ദൂതന്മാരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കും. ദൂതന്മാരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ദൂതന്മാർ നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. രക്ഷ പ്രാപിച്ചവരുടെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെയും ശുശ്രൂഷയ്ക്ക് പ്രൈസ് ദി ലോർഡ് അറിയുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നയിക്കപ്പെട്ട ഒരു ദൂതൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളതറിയുക. രക്ഷ പ്രാപിക്കാനുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജനിച്ചു വീഴുന്ന സമയം തൊട്ട്, അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന സമയം തൊട്ട് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു ദൂതൻ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ പുഴയിൽ ഒഴുകിപ്പോകാതെ രക്ഷ പ്രാപിച്ചത്. അതുകൊണ്ടാണ് നീ തീക്കകത്ത് ജീവൻ പൊലിഞ്ഞു പോകാതിരുന്നത്.
അതുകൊണ്ടാണ് നീ ട്രെയിനിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നീ ആത്മഹത്യയുടെ കുരുക്കിൽ നിന്ന് നിന്നെ കൊന്നുകളയുവാൻ ശത്രു തീരുമാനിച്ചപ്പോൾ ദൂതൻ പടവെട്ടി യുദ്ധം ചെയ്ത് നിന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഓരോ അനുദിന ജീവിതത്തിലും ഈ ലോകശക്തിയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ചതിക്കാൻ, നിങ്ങളെ വഞ്ചിക്കാൻ, നിങ്ങളെ പാപത്തിലേക്ക് നയിക്കാൻ നോക്കുന്ന വ്യക്തികളുടെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സാൽവേഷൻ ഒരിക്കലായി സംഭവിക്കുന്നത് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ സാൽവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവായ യേശു വാനമേഘങ്ങളിൽ വരുമ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദമുയരും. ഹല്ലേലൂയ. കാഹളധ്വനി ഉയരും. ഹല്ലേലൂയ. ആ സമയത്ത് വാനമേഘങ്ങളിലേക്ക് നാം എടുക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് നമ്മുടെ മേൽ നടക്കുന്നൊരു സാൽവേഷനുണ്ട്. ഹല്ലേലൂയ. ഒരു കളങ്കവുമില്ലാത്ത വിധത്തിൽ, ഒരു കറയുമില്ലാത്ത വിധത്തിൽ. എന്തുകൊണ്ടാണ് ദൈവസഭയിൽ ദൈവത്തിൻ്റെ ആത്മാവി കാലഘട്ടത്തിൽ അശുദ്ധികൾ, പാപങ്ങൾ, ബലഹീനതകൾ, വിദ്വേഷങ്ങൾ, കോപം, വെറുപ്പ് ഇതെല്ലാം നീക്കി ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഉള്ളം നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി ലോകമെമ്പാടുമുള്ള ദൈവ ശുശ്രൂഷകന്മാർ ആത്മാവിൽ വിളിച്ചു പറയുന്നത് അവസാനത്തെ രക്ഷാ വാതിക്കലെത്തിയിരിക്കുന്നു, അവസാനത്തെ സാൽവേഷൻ വാതിക്കലെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് രക്ഷിക്കപ്പെടാനുള്ളവർക്കും രക്ഷിക്കപ്പെട്ടവർക്കും അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും കർത്താവിൻ്റെ വരവിലുള്ള ഒടുക്കത്തെ രക്ഷയ്ക്കുമായി അവരെ ശുശ്രൂഷിക്കുവാൻ, ഹല്ലേലൂയ, അവരെ സഹായിക്കുവാൻ, ഹല്ലേലൂയ, അയക്കപ്പെടുന്ന ആത്മാക്കളല്ലോ, സേവാത്മാക്കളല്ലോ ദൈവദൂതന്മാർ. ഹല്ലേലൂയ. അവർ നമ്മെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കുന്നവരാണ്. നിനക്ക് കിട്ടിയിരിക്കുന്ന വിളി എന്താണ്? ആ വിളിക്കകത്ത് ആത്മാവ് നിൻ്റെ മേൽ വന്നു. എന്നാൽ നിന്നെ അതിൽ പ്രിപ്പയർ ചെയ്യിക്കാൻ, അത് ഉപയോഗിക്കാൻ സഹായിക്കാൻ, ഹല്ലേലൂയ, അതിനകത്ത് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിൽ നയിക്കപ്പെട്ടൊരു ദൂതനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നീ അവസാനം വരെയും മുന്നോട്ട് അത് കൊണ്ടുപോകുവാൻ നിന്നെ സഹായിക്കാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ആരംഭകനായ യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ സഹോദരനെ ഭയപ്പെട്ട് ഓടി മറ്റൊരു ദേശത്തേക്ക് പോയി. അവനവിടെ വിവാഹം കഴിച്ചു, അവനവിടെ തലമുറകളുണ്ടായി, അവനവിടെ സമ്പത്തുണ്ടായി. ഹല്ലേലൂയ. അവിടെ നിന്ന് അവസാനം അവൻ്റെ അമ്മയ്യപ്പനായ ലാബാനും സഹോദരങ്ങളും അവനെതിരെ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവന് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അവനോട് പറഞ്ഞു, നീ തിരിച്ചു പോകുക. എങ്ങോട്ട്? വാഗ്ദത്ത ദേശത്തേക്ക്. ഹല്ലേലൂയ. കാനാനിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്തായി ബുദ്ധിമുട്ടുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ, കഴുത്തിൻ്റെ പുറകുവശത്തുള്ള വേദനകൾ യേശുവിൻ നാമത്തിൽ ആഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. And Jacob went on his way. എല്ലാവരും പറഞ്ഞു, on his way. On his way. അവൻ അവന്റെ വഴിക്ക് പോയി. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മൾ നമ്മുടെ വഴിക്ക് ഇഷ്ടം പോലെ പോകുന്ന പോലെയല്ല യാക്കോബ് പോയത് കേട്ടോ. ഹല്ലേലൂയ. അവൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അവന് തലേ ദിവസം പ്രത്യക്ഷമായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വഴിയെ അവൻ പോയി. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ വഴി ദൈവത്തിൻ്റെ വഴിയാകണം. നമ്മുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗം ദൈവം തിരഞ്ഞെടുത്തു തന്നതായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ദൈവം തന്നതായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന ജോലി ദൈവം തന്നതായിരിക്കണം. ഹല്ലേലൂയ.
നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ചതായിരിക്കണം. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവം ഏൽപ്പിക്കാത്ത കാര്യം ചെയ്ത് ഉദരത്തിൽ പ്രശ്നമായിരിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഉദരത്തിൽ പ്രശ്നമുള്ള അവർക്ക് അടയാളമായി അവരുടെ ഒരു കൈക്ക് കട്ടുകിഴപ്പും വേദനയും ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അഴിഞ്ഞു മാറട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ. And Jacob went on his way, and the angels of God met him. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. ഹല്ലേലൂയ. അപ്പം യാക്കോബ് പോയ വഴി ദൈവം കാണിച്ചു കൊടുത്ത വഴിയായിരുന്നു. Praise the Lord. ഹല്ലേലൂയ. ദൈവം കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ഒരു വ്യക്തി പോകുമ്പോൾ, അഥവാ ആ വഴിയെ പോകാൻ നേരത്ത് ലാബാൻ പിന്തുടർന്ന് അവനെ പിടിക്കുവാൻ വന്നു. ലാബാൻ ഒരു കൂട്ടവുമായി, ഇവൻ ആടുമാടുകളുമായി, അവനുണ്ടാക്കി അധ്വാനിച്ച ആടുമാടുകളാണ്, ചതിച്ചൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അവൻ പോകുന്നത് തടയുവാൻ, അവനെ പിടികൂടുവാൻ, അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുവാൻ ലാബാൻ, അവൻ്റെ അമ്മായിയപ്പൻ, ഒരു സംഘം ആൾക്കാരുമായി അവനെ പിന്തുടർന്ന് അവനെ തടഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ശത്രു നിന്നെ പിന്തുടർന്നേക്കാം, നിന്നെ തടയാൻ നോക്കിയേക്കാം, നിന്റെ യാത്രയെ മുടക്കാൻ നോക്കിയേക്കാം. എന്നാൽ യാക്കോബോ ദൈവം കാണിച്ചു കൊടുത്ത വഴിക്ക് തന്നെ പോയി. ലാബാൻ അവനെ തടയാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ മുന്നേ എതിരെ വരുന്നത് അവൻ കണ്ടത്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ദൂതൻ. ഒന്നുകൂടെ പറഞ്ഞ് ദൂതൻ. ഗ്രീക്കിൽ പറയുന്നത് ഏഞ്ചലോസ് എന്നാണ്. ദൂതൻ പറയുന്നത് ഏഞ്ചലോസ്. ഹല്ലേലൂയ. ഹെബ്രായ ഇതിൽ പറയുന്നത് മാലക്. മാലക്. ഹല്ലേലൂയ. അതെടുത്തിട്ടാണ് ചിലര് അല്ലേ മലാഖ് എന്ന പേരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഏഞ്ചലോസ് എന്ന പദത്തിൽ നിന്നാണ് ഏഞ്ചൽ എന്ന പദം രൂപം കൊണ്ടത്. ഹല്ലേലൂയ. അർത്ഥം ദൂതുവാഹി, അയക്കപ്പെട്ടവൻ, മാലാഖ, സന്ദേശവാഹകൻ, സൈന്യം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ സൈന്യം. ഉൽപ്പത്തി 32:2. ഉൽപ്പത്തി 32:2. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. യാക്കോബ് അവരെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതേതാണ്, ഇതാരാണ്, ഈ കൂട്ടം ഏതാണ്? ദൈവത്തിന്റെ സേന. ദൈവത്തിന്റെ സേനയാണ്. ഹല്ലേലൂയ. അപ്പം മാലാഖമാർ ആരുടെ സേനയാണ്? ദൈവത്തിന്റെ സേന. ദൈവത്തിന്റെ സേന ഇന്ന് രക്ഷിക്കപ്പെട്ടവനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സേന. ആരുടെ സേന? ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സൈന്യം ഇന്ന് നിന്റെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സേനാധിപതി വരുന്നത്, ഒരു സൈന്യം വരുന്നത് ആയുധങ്ങളുമായിട്ടായിരിക്കും. ഹല്ലേലൂയ. അവർക്ക് വേണ്ട സകല റിപ്പോർട്ടുകളും ഡീറ്റെയിൽസുകളും അവരെ അയച്ചവൻ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ വരുന്നത് നമ്മെ സഹായിക്കാനാണ്. ഒരു സേന വരുന്നത് എന്തിനാണ്? ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നമ്മളെ ഏൽപ്പിച്ച കാര്യം ഏറ്റവും നന്നായി ചെയ്തെടുക്കുവാൻ സഹായിക്കുവാനാണ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ദൈവത്തിന്റെ സൈന്യം. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടു. മഹനയീം എന്ന് പേരിട്ടു. This is God's host. This is God's camp. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിന് മനസ്സ് കൊടുത്ത്, ചെവി കൊടുത്ത് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ നീ പോകുന്ന വഴിയിൽ ദൂതന്മാരെ കണ്ടിരിക്കും. നീ പോകുന്ന വഴിയിൽ ദൂതന്മാരുമായി ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായിരിക്കും.
നിശ്ചയമായും അത് ലഭിക്കും. കാരണം ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് നീ മുന്നോട്ട് കാലെടുത്തു വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് നീ ആ ജോലി രാജിവെച്ചത്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ആ പ്രവർത്തിക്കായി നീ കാലെടുത്തു വെച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് നീ രണ്ട് കൈയും വിട്ട് വിശ്വാസത്താൽ ജീവിക്കുവാൻ തീരുമാനിച്ചത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ഇത് ദൈവത്തിന്റെ സേനയല്ലാതെ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ സേനയെ ദൈവം ആദിയിൽ സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, അല്ലേ, ആകാശം എന്ന് പറയുമ്പോൾ ഹെവൻസ് എന്നാണ്. ഹല്ലേലൂയ. ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പാണ് ഹെവൻ സൃഷ്ടിച്ചത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹെവൻ സൃഷ്ടിച്ചതിന് ശേഷം, കാരണം ഈ ഹെവനിലാണ് ദൈവം ആരെയുമാക്കുന്നത്, ദൂതന്മാരെയാക്കുന്നത്. അപ്പം ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഹെവൻ സൃഷ്ടിച്ചു, സ്വർഗം സൃഷ്ടിച്ചു. സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപേ സൂര്യനെ സൃഷ്ടിച്ചു. ഒരു സൂര്യനല്ല, ലക്ഷക്കണക്കിന് സൂര്യന്മാർ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ഈ സൗരയൂഥത്തിൽ, ഈ ഗ്രഹത്തിൽ നമുക്ക് ഒരു സൂര്യനെയാ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. എന്നാൽ പരിശോധിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ മറ്റ് ഗാലക്സികളെ, നമ്മുടെ ഈ സൗരയൂഥത്തെ പോലെ സൂര്യനെ ചുറ്റുന്ന മറ്റ് ഗ്രഹങ്ങളുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗാലക്സികളെ അവർ കാണുന്നു. അതുണ്ട് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവയെല്ലാം ഒരുമിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉടയവന്റെ ചുറ്റും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യന്മാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നത്. സങ്കീർത്തനം 33:6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ യഹോവയുടെ വചനത്താൽ ആകാശവും by the word of the Lord were the heavens made. ആകാശം എന്ന് പറഞ്ഞുകൊള്ളുക, സ്വർഗത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ദൈവം സൃഷ്ടിച്ച ആകാശത്തിലെ, സ്വർഗത്തിലെ സകല സൈന്യവും ഉളവായി. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വായിലെ ശ്വാസം കൊണ്ട് സ്വർഗത്തിലെ സൈന്യമുളവായി. പ്രൈസ് ലോർഡ്. യഥാർത്ഥത്തിൽ ഈ ദൂതന്മാർ സ്വർഗീയ സൈന്യമാണ്, ദൈവത്തിൻ്റെ സൈന്യമാണ്. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ടതോടുകൂടെ, ദൈവത്തിൻ്റെ മക്കളായതോടുകൂടെ, ജീസസ് നെയിം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വീണ്ടും ജനിക്കപ്പെട്ടതോടുകൂടെ, ദൈവത്തിൻ്റെ മക്കളായതോടുകൂടെ, ഹല്ലേലൂയ, നാമും സ്വർഗത്തിലെ അംഗങ്ങളായി മാറി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം മറഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലുള്ളവരുടെ സംരക്ഷണത്തിനായിട്ടാണ് സൈന്യം, സ്വർഗത്തിലുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുവാനാണ് സൈന്യം. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ ശ്വാസത്താൽ സൈന്യത്തെ ഉണ്ടാക്കിയത് സ്വർഗത്തിലുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ, വീണ്ടും ജനിക്കപ്പെട്ട നീ യേശുവിനോടൊപ്പം ആത്മാവിൽ ഇപ്പോൾ സ്വർഗത്തിലാണ്. നിന്റെ അകത്ത മനുഷ്യൻ സ്വർഗത്തിലാണ്. നീ സ്വർഗീയ പൗരനാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ സൈന്യങ്ങൾക്ക് നീയുമായി ഒരു ബന്ധം ഉടലെടുത്തിരിക്കുന്നു. അയ്യോ, എൻ്റെ കൂടെ എങ്ങനെ ദൂതന്മാർ വരും? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഇത് തിരിച്ചറിയുക. നിങ്ങൾ ഉള്ളം കൊണ്ട് ഇത് ഗ്രഹിക്കുക. നിങ്ങൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. ഫിലിപ്പിയർക്കാർക്ക് ലേഖനത്തിൽ പറയുന്നില്ലേ, 3-ാം അധ്യായത്തിൽ, നിങ്ങളുടെ പൗരത്വം ഇവിടെയല്ല, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. പ്രൈസ് ലോർഡ്. കൊളോസ്യർ 3-ാം അധ്യായം 2-3 വായിച്ചു നോക്കുക. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലാണ്. നിങ്ങളും മരിച്ച് നിങ്ങളുടെ ജീവൻ അവനോടൊപ്പം ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ലോർഡ്.
ഹല്ലേലൂയ. എഫേസ്യർ 2 ആദ്യ ഭാഗം എടുത്തു വായിച്ചു നോക്കുക. 6-7 തിരുവചനങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളുടെ ജീവൻ സ്വർഗത്തിലുള്ള ദൈവത്തോട് മറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അർത്ഥം എന്താണ്? നിങ്ങളും സ്വർഗീയരാണ്. നിങ്ങളും സ്വർഗീയരാണ്. ഓ, എല്ലാവരും പറഞ്ഞേ, ഞാൻ സ്വർഗീയനാണ്. ഞാൻ ഭൗമികനല്ല, ഞാൻ ലോകത്തിൻ്റെതല്ല. ഹലോ, ചിലരുടെ മനസ്സും മൈൻഡും ശരീരവും എല്ലാം ഞാൻ ലോകത്തിൻ്റെതാണ്. എൻ്റെ കാര്യം, ആ കാര്യം, ഭർത്താവും മക്കൾ, ഇവർ അയൽവാസി, ജോലിക്ക് പോകുന്നുണ്ട്. നോ. ഇതുമായിട്ടല്ല നിനക്ക് കണക്ഷൻ. നിനക്ക് കണക്ഷൻ സ്വർഗവുമായിട്ടാണ്. ഹല്ലേലൂയ. നിനക്ക് കണക്ഷൻ ബാങ്കുമായിട്ടല്ല. നിനക്ക് കണക്ഷൻ പലിശക്കാരനുമായിട്ടല്ല. ഹല്ലേലൂയ. നിനക്ക് കണക്ഷൻ സ്വർഗവുമായിട്ടാണ്. നീ ഭൂമിയിലെ പൗരനല്ല, നീ സ്വർഗത്തിലെ പൗരനാണ്. അതുകൊണ്ട് ദൂതന്മാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ സ്വർഗീയ പൗരനാണ്. ദൈവം ദൂതന്മാരെ സ്വർഗത്തിലെ സൈന്യമാക്കിയാണ് വെച്ചിരിക്കുന്നത്. നീ സ്വർഗത്തിലെ പൗരനായതുകൊണ്ട്, വീണ്ടും ജനിക്കപ്പെട്ട നീ, ക്രിസ്തുവിനെ സ്വന്തമാക്കിയ നീ ദൈവ പൈതലായതുകൊണ്ട് ദൂതന്മാർക്ക് നിന്നെ സൂക്ഷിച്ചേ പറ്റൂ. ദൂതന്മാർക്ക് നിന്റെ അരികിൽ വന്നേ പറ്റൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ട്രംപിന്റെ മക്കൾ എവിടെ പോയാലും അവരുടെ മേൽ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പട്ടാളത്തിന്റെ ഒരു ശ്രദ്ധയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലുള്ള വീട്ടിന്മേൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശ്രദ്ധ 24 മണിക്കൂറുമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ഭൂമിയിലാണെങ്കിലും സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാർ ഭൂമിയിലെ തന്റെ ദൈവമക്കൾക്കായി സ്വർഗം വിട്ടിറങ്ങി വന്നിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് ദൂതന്മാരുണ്ട്, എന്റെ കൂടെ അവരുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ വായിലെ ശ്വാസത്താലാണ്. ദൂതന്മാർ ഉളവായി. പ്രൈസ് ദി ലോർഡ്. പലതരത്തിലുള്ള ദൂതന്മാരുളവായി. ഈ ഒരാഴ്ച കൊണ്ട് ദൂതന്മാരെ കുറിച്ചുള്ള ക്ലാസ് തീരുകയില്ല. യൂട്യൂബിൽ ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് ദൂതന്മാരെ കുറിച്ചുള്ള ക്ലാസ് തീരില്ല. അടുത്ത എപ്പിസോഡ് ഉണ്ടായിരിക്കും, തീരില്ല. വീണ്ടും അടുത്തൊരു എപ്പിസോഡ് ഉണ്ടായിരിക്കും, തീരില്ല. വീണ്ടും അടുത്തൊരു എപ്പിസോഡ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൂതന്മാരെ കുറിച്ച് ഏറെ നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു, അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ച് നമ്മൾ അറിയുന്നില്ലെങ്കിൽ എന്തൊരു മനുഷ്യനാണ് നീ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ പറയാറില്ലേ, വീട്ടിലുള്ളവരെ പോലും നിനക്ക് മനസ്സിലാകുന്നില്ലേ. ഹല്ലേലൂയ. കൂടെയുള്ളവരെ പോലും. നിങ്ങൾ മറ്റുള്ളവനെ എന്തിനാ നോക്കുന്നത്? നിങ്ങൾ അപ്പുറത്തവൻ്റെ കാര്യം നോക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ അപ്പുറത്തെ പള്ളിയുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കാതെ, ഹല്ലേലൂയ, അവിടുത്തെ ആചാരത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കാതെ, ഹല്ലേലൂയ, ജാതികളുടെ ഉത്സവം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നവരെ കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നവനെ കാണാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 38:4 POCയിൽ ഒന്ന് വായിക്കാം. ഈ യോബിന്റെ പുസ്തകം 38:4 POCയിൽ ജോബിന്റെ പുസ്തകം 38:4. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. നിനക്കറിയാമെങ്കിൽ പറയുക. അതിന്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? അതിന്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? 38:6 POC. പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും, ദേവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനങ്ങൾ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു. അപ്പൊ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ എന്താലപിച്ചു? ഗീതങ്ങൾ ആലപിച്ചു. കേട്ടോ, ഗീതേ എന്താ ആലപിച്ചത്? ഗീതങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഏതാണ് ഈ പ്രഭാത നക്ഷത്രങ്ങൾ? ഈ സൗരയുധത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൂര്യന്മാർ.
കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ സ്വർഗം സൃഷ്ടിച്ചു, ദൂതന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം സൂര്യഗണങ്ങളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിച്ചു ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോൾ. തീർന്നില്ല, അടുത്തത് അതിന് മൂലക്കല്ലിട്ട് പ്രഭാത നക്ഷത്രങ്ങൾ 38:6 പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദേവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ദൈവത്തിന്റെ പുത്രന്മാർ എന്ത് ചെയ്തു? സന്തോഷിച്ചാർത്തു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളുണ്ടായോ? ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവപുത്രന്മാരാരാണ്? ദൈവത്തിന്റെ ദൂതന്മാർ. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, ദൈവദൂതന്മാർ. അവരെ ബൈബിളിൽ ദൈവപുത്രന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ സൂര്യന്മാർ ഒരു സ്പെഷ്യൽ പാട്ടുപാടി. ഹല്ലേലൂയ. എന്തെല്ലാം കാണാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രന്മാർ ദൂതന്മാർ സന്തോഷിച്ചാർത്തു, അവർ ആർപ്പിട്ടു അടിസ്ഥാനമിട്ടപ്പോ, അല്ലേ? മൂലക്കല്ലിട്ടപ്പോ. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലേ? ഉമ്മൻചാണ്ടി പോയിട്ട് എന്തിനു വേണ്ടി തറക്കല്ലിട്ടു? വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. തറക്കല്ലിട്ടപ്പോ വാർത്ത എല്ലായിടത്തും വന്നു. അത് കേട്ടവരെല്ലാം ആനന്ദിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരുവൻ കല്ലിട്ടു, ഒരുവൻ വിത്ത് വിതച്ചു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏത് വിധത്തിലുള്ള പണി എന്ന് സ്വർഗം പരിശോധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം സത്യമാണ്, അടിസ്ഥാനമിട്ടപ്പോൾ ദൈവദൂതന്മാർ അർപ്പിട്ടു. ഞാനൊരു ഉദാഹരണം ഇട്ടെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ദൈവദൂതന്മാർ, ദൈവപുത്രന്മാരെന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാരാണ്. ജോബിന്റെ പുസ്തകം 1:6. യോബ് 1:6. ഒരു ദിവസം ദൈവപുത്രന്മാർ സൺസ് ഓഫ് ഗോഡ് കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു. കർത്താവിന്റെ യഹോവയുടെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ വന്നു. കൂട്ടത്തിൽ ആരും വന്നു? സാത്താനും വന്നു. സാത്താൻ came also among them. Hallelujah. ഒരു ദിവസം ദൈവപുത്രന്മാർ സൺസ് ഓഫ് ഗോഡ് യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ വന്നു. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ ദൈവപുത്രന്മാർ. ആരാത്? ദൈവദൂതന്മാർ. ആ കൂടെ ആരും വന്നു? സാത്താനും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. സങ്കീർത്തനം 33:6. യോബിന്റെ 2:1 ദൈവപുത്രന്മാർ ആരാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സങ്കീർത്തനം 33:6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. യഹോവയുടെ വചനത്താൽ നമ്മൾ കണ്ടു, ആകാശം സ്വർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടു, അവന്റെ വായിലെ ശ്വാസത്താൽ അതിലുള്ള സകല സൈന്യവും ഉളവായി. ഹല്ലേലൂയ. ഇനി നമ്മൾ യാക്കോബിലേക്ക് തിരിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 32:2. ഒരു സൈന്യത്തെ കണ്ടു യാക്കോബ്. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. യാക്കോബ് അവനെതിരെ വന്ന ആ സൈന്യത്തെ കണ്ടപ്പോൾ, ദൂതന്മാരെ കണ്ടപ്പോൾ, ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യാക്കോബ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. യാക്കോബ് തന്റെ കുടുംബത്തോടൊപ്പം മുന്നോട്ട് പോവുകയാണ്. ദൈവഹിതത്താൽ പോകുന്നവൻ ദൈവത്തിന്റെ സൈന്യവുമായി ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവുകയാണ്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പോകുന്ന ഈ അന്ത്യകാലത്തുള്ള സകലരും ദൈവദൂതന്മാരെ കണ്ടുമുട്ടും. ഹല്ലേലൂയ. 32:2 യാക്കോബരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടു. This is God's host, this is God's camp. മഹനയീം എന്ന് പേരിട്ടു. എന്താ മഹനയീം എന്ന് പേരിടാൻ കാരണം? എന്താ കാര്യം എന്നറിയാമോ? ഈ സേന വന്നിട്ട് യാക്കോബിൻ്റെയും കൂട്ടരുടെയും ഇടത്തും വലത്തുമായിട്ട് വന്നു നിന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. മഹനയീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടത്തും വലത്തും നിലകൊള്ളുന്ന 2 സൈന്യങ്ങൾ. അപ്പോൾ യാക്കോബ് കണ്ടത് ഒരു ഗ്രൂപ്പിനെയല്ല, 2 ഗ്രൂപ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഓരോ സൈന്യത്തിനും ഓരോ പ്രധാന ദൂതന്മാരുണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ യാക്കോബ്, നിങ്ങൾക്കറിയാം, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബ് തൻ്റെ വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രണ്ട് പ്രധാന ദൂതന്മാർ, രണ്ട് പ്രധാന ശക്തരായ ദൂതന്മാരും അവരുടെ കീഴിൽ ഒരു ഗ്രൂപ്പ്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അങ്ങനെ രണ്ട് സേനയാണ് യാക്കോബിന്റെ അടുക്കൽ ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അറിയുക, ഒരു വ്യക്തിയുടെ അടുക്കൽ സ്വർഗത്തിലെ ദൂതന്മാർ എത്ര പേർ ഇറങ്ങി വരുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ മേലുള്ള വിളി അനുസരിച്ചാണ് വരുന്നത്. ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന്റെ അടുക്കൽ ഒരു ദൂതനെങ്കിലും ഉണ്ടായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ കാവൽ മാലാഖമാർ 2 എന്ന പഠിപ്പിക്കലിനൊന്നും യാതൊരു അർത്ഥവുമില്ല. 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 100 ആയിരിക്കാം, 10,000 ആയിരിക്കാം. അവരുടെ വിളി അനുസരിച്ച് ദൂതന്മാരുടെ എണ്ണം വർദ്ധിക്കും. നിങ്ങൾ നിങ്ങളുടെ വിളിക്കകത്ത് ദൈവത്തിന് ഒരു ആമേൻ പറഞ്ഞ്, യെസ് പറഞ്ഞ്, ഇതാ കർത്താവേ, ഞാൻ എൻ്റെ വിളിക്ക് തടസ്സമായതെല്ലാം കത്തട്ടെ. എൻ്റെ വിളിയെ തടയുന്ന, എൻ്റെ വിളിയിൽ നിന്ന് എൻ്റെ ശോഭയെ കെടുത്തുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന സകല മണ്ഡലങ്ങളും ഇരുതലവാൾ മൂർച്ചയുള്ള വാളിനാൽ ദൂതന്മാർ വെട്ടിവീഴ്ത്തട്ടെ. നിങ്ങൾ പ്രശോഭിക്കുന്നതനുസരിച്ച് ദൂതന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യാക്കോബിന് നൽകപ്പെടുന്ന, തൻ്റെ വിളിപ്രകാരം പോകുന്നവന് നൽകുന്ന സംരക്ഷണത്തെ കാണിക്കുന്ന അടയാളവും കൂടിയാണത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിളി, ഞാനതെങ്ങനെ ചെയ്യും, അത് അസാധ്യമാണ്, എങ്ങനെ ഒരുമിച്ച് കൂട്ടും, എങ്ങനെ കൊണ്ടുപോകും എന്ന് നീ പ്രയാസപ്പെടേണ്ട. അതിന് സഹായിക്കാനാണ് ദൂതന്മാർ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ വിളിക്കപ്പെട്ട ദൈവരാജ്യത്തിന് വേണ്ടി പോകാൻ തുടങ്ങുന്ന നീ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ ആരോ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട എന്ന് ദൈവം അനേക തവണ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ആ കൂടെ പറഞ്ഞു ദൈവഭയത്തെക്കുറിച്ച്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു എനിക്കത് അധികം വിവരിക്കാൻ അറിയില്ല, എന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അത് വിവരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവഭയം എന്നൊന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാണെന്നറിയാമോ? പാപം ചെയ്യാതിരിക്കാനുള്ള ദൈവഭയമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു വികൃതി കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ അടുത്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് അവരോട് ഏത് തരത്തിലുള്ള ഭയമാണ്? സ്നേഹവും, ഹല്ലേലൂയ, അവരെ അനുസരിക്കണമെന്നുള്ള ഒരു ഭയവും. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളൊരു കൊച്ചിനെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പാൾ അതിൽ വന്നു, സെക്കൻഡ് നിങ്ങളുടെ കൈ നിങ്ങളുടെ പോക്കറ്റിലായി, ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ പോകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാരണം എന്താണ്? നിങ്ങൾക്ക് പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ ഒരു ഭയമുണ്ട്. ഏത് കാര്യത്തിലാണ്? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു പൗരൻ എങ്ങനെയായിരിക്കണമെന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ആ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കണമെന്ന് ടീച്ചർ വന്ന് കയറുമ്പോഴേക്കും കുഞ്ഞുങ്ങളെല്ലാം സൈലന്റ്. അതാണ് ദൈവഭയം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാതിരിപ്പാൻ. ഹല്ലേലൂയ. ഒരു ഭയവും ഇല്ലെങ്കിലോ തോന്നിയ പോലെ ആയിരിക്കും. എന്നിട്ട് പറയും പ്രിൻസിപ്പാളിൻ്റെ ഒക്കെയാണ്, പക്ഷെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പ്രിൻസിപ്പാളെ ഗോ ബാക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൂതസംഘം, ഒന്നിലേറെ ദൂതന്മാർ വരികയാണെങ്കിൽ നിങ്ങളുടെ വശങ്ങളിലായിട്ട് അവർ നിൽക്കും. നിങ്ങളുടെ ഇരുവശങ്ങളുണ്ടാകും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മുന്നേ പോകും. പ്രൈസ് ദി ലോർഡ്. ചില സമയങ്ങളിൽ പിന്നിലോട്ട് പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 22:19. 1 രാജാക്കന്മാർ 22:19. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക.
യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും അതിന് അവൻ മിഖായവ് പ്രവാചകൻ പറയുകയാണ്, നീ യഹോവയുടെ വചനം കേൾക്കുക. വേർഡ് ഓഫ് ദ ലോർഡ്. യഹോവയുടെ വചനം കേൾക്കുക. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും സ്റ്റാൻഡിങ് ബൈ ഹിം, വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ എങ്ങനെയാണ് നിൽക്കുന്നത്? വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് യഹോവയുടെ സിംഹാസനം ഇരിക്കുന്നത് നിന്റെ ആത്മാവിലാണ്. ഇന്ന് യഹോവയുടെ സിംഹാസനം ഇരിക്കുന്നത് നിന്റെ അകത്താണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യഹോവയുടെ സിംഹാസനം നിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് നിന്റെ ഇടത്തും നിന്റെ വലത്തും സൈന്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നിന്നിൽ ദൈവമുണ്ടോ, നിന്റെ കൂടെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സങ്കീർത്തനം 103:19. ആ തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരിക, ആത്മാവിൽ ഉണരുക. നിങ്ങളുടെ ഇടത്തും വലത്തും ദൂതഗണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 103:19. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഹിസ് കിങ്ഡം റൂൾസ് ഓവർ ഓൾ. അവന്റെ രാജ്യത്വമാണ് സകലത്തെയും ഭരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്ന് നിങ്ങളും അവനോട് ചേർന്ന് ഭരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് അവൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവനോട് ചേർന്ന് നിങ്ങളും ഭരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങളാണ് ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനം 115:16. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ചിൽഡ്രൻ ഓഫ് മാൻ. സങ്കീർത്തനം 115:16. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആരാ മനുഷ്യർ? ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കളാണ് ഇന്ന് ഭൂമിയെ ഭരിക്കേണ്ടത്. നമ്മളിത് നേരത്തെ കേട്ടിട്ടുള്ള വചനമാണ്. ഹല്ലേലൂയ. എത്ര പേർ ഓർക്കുന്നുണ്ട് ആ വചനഭാഗങ്ങൾ? യഹോവ അല്ലേ സ്വർഗത്തിലെ കാര്യം നോക്കും, നമ്മൾ ഭൂമിയിലെ കാര്യം നോക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇരിക്കുന്നവനോട് ചേർന്നാണ് ഭൂമിയിലെ കാര്യം നോക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 103:20. ദൂതന്മാരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ. എന്താ നിങ്ങൾ കേൾക്കുന്നത്? ഒരിക്കൽ കൂടി വായിച്ച. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടു, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാർ. ഹല്ലേലൂയ. ദൂതന്മാരെങ്ങനെയുള്ളവരാ? സ്ട്രെങ്ത് ഉള്ളവരാണ്, വീരന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്മാരാരാണ്? വീരന്മാരാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൂതന്മാരെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ദൂതന്മാരെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? വചനത്തിന്റെ ശബ്ദം നിങ്ങളുടെ നാവിലൂടെ കേൾക്കുമ്പോൾ, നിങ്ങളുടെ വായിലൂടെ വരുന്ന വചനം ഏതു വചനമാണ്? ഈ ലാഭത്തിന്റെ വചനമാണോ? അയ്യോ കഷ്ടം. അപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമൊക്കെയായി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അയ്യോ പ്രശ്നങ്ങളാണ്. അപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം. അയ്യോ ബ്രദറിന് അറിയില്ല, കടമേ കടം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പം തന്നെ അടുത്ത കടം വന്ന് കയറി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹലോ, ദൂതന്മാർ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവർ പ്രവർത്തിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്നിരിക്കുന്നത് അവനിലാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ നാവുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ കിടക്കണം.
മാത്തമാറ്റിക്സ് കിടപ്പുണ്ട്, തിയറികൾ കിടപ്പുണ്ട്, സയൻസ് കിടപ്പുണ്ട്, മലയാളം പദ്യം കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാ ക്ലാ 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 എന്താ ക്ലീ ക്ലീ ക്ലീ. സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു അയ്യോടാ. ഈ വചനമൊക്കെ നന്നായിട്ട് കിടപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് യേശുവിനെ നോക്കുക. യേശു പിശാചി തൻ്റെ മുന്നിൽ വന്നപ്പോൾ വചനത്താൽ അവയെ പുറത്താക്കി, വചനത്താൽ അവയെ ശാസിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വായിപ്പീൻ, ദൈവത്തിൻ്റെ വചനം കാണാതെ പഠിപ്പീൻ. നിങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങൾ നിങ്ങൾ എഴുതി ഒട്ടിച്ചു വയ്ക്കുവീൻ. നിങ്ങൾക്കൊരു ഡയറി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങൾ നോട്ട് ചെയ്യുവിൻ. ആ ദിവസം ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുവിൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 103:20 ഒരിക്കൽ കൂടി. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിലെ ദൈവ പൈതലായ ദൈവ മനുഷ്യനായ ഞാനും നീയും ഹല്ലേലൂയ പറയുന്ന വചനം അനുസരിക്കുവാനാണ് ദൂതന്മാരിറങ്ങി വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ പറയേണ്ടത് എന്താ? വചനവുമായി ചേർന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പരാജയപ്പെടും എന്നുള്ളതല്ല വചനം, ഞാൻ വിജയിക്കുമെന്നുള്ളതാണ്. പിശാചിനെ കീഴ്പ്പെടുത്തു എന്നുള്ളത് വചനമല്ല, ഞാൻ പിശാചിനെ കീഴ്പ്പെടുത്തും എന്നാണ്. പിടുത്തം കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ വീട് മുഴുവൻ പിശാചാണേ എന്നുള്ളതല്ല, എൻ്റെ വീടിനകത്ത് ദൂതന്മാരിറങ്ങി വന്നു. ഞാൻ തോക്കൂന്നല്ല, ഞാൻ ജയിക്കും. അയ്യോ, ഇന്ന് എൻ്റെ എങ്ങനെയായിരിക്കും എൻ്റെ ദിവസം, എൻ്റെ ശരീരാകെ പ്രശ്നത്തിലാണ്, എങ്ങനെ പോകും എന്നല്ല. കർത്താവിൻ്റെ ദിവ്യാരോഗ്യം എൻ്റെ മേലുണ്ട്, അവൻ്റെ ദിവ്യശക്തി എൻ്റെ മേലുണ്ട്, അവൻ്റെ ജീവൻ എൻ്റെ മേലുണ്ട്. ക്രിസ്തുവിൽ എനിക്ക് ജയമാണുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ സിംഹാസനം നിങ്ങളിലാണ്. ഇന്ന് ദൈവം നിങ്ങളിലാണ് വസിക്കുന്നത്. 1 യോഹന്നാൻ 4:12-13 നിങ്ങൾ പിന്നെ വായിച്ചു നോക്കുക. ദൈവം നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദൂതന്മാരാണവർ. ഹലോ, ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരല്ല. ദൂത അവനോട്ടൊരു പണി കൊടുക്കണേ, അങ്ങനെ പോയി ചെയ്യുന്ന പരിപാടി എല്ലാവർക്കുള്ളത്, ദൂതർക്കുള്ളത് അല്ലേ? അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദൂതന്മാർ. സങ്കീർത്തനം 103:21. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായ അവൻ്റെ സൈന്യങ്ങളായുള്ളവരെ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരനാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ദൈവ പൈതലിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഇന്ന് ആരാധനയുണ്ട്, ദൈവമക്കൾ ഒന്നിച്ചിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ തിരക്കുള്ളവരായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. നിങ്ങൾ വിശ്രമിക്കണം, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ചിലർ ഓട്ടോ അവർ പറയുന്നത്, ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥിക്കാൻ പോലും നേരമില്ല. നിന്റെ ഓട്ടം ഞാൻ നിർത്തും, നിന്റെ കാല് ഞാൻ പിടിച്ചു കെട്ടും. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നേരമില്ല, ഒരുമിച്ച് ആരാധിപ്പാൻ നേരമില്ല. ഹല്ലേലൂയ. തിരക്കാണ് ബ്രദറിന് അറിയില്ല. നീ 10 പ്രാവശ്യം അത് പറഞ്ഞതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറഞ്ഞു. വചനം കേൾക്കാൻ നേരമില്ല, വചനം വായിക്കാൻ നേരമില്ല. അവൻ്റെ ഇഷ്ടം നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി നടക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവത്തിൻ്റെ ഇഷ്ടം അനുദിന ജീവിതത്തിൽ അറിഞ്ഞ് അതിനുവേണ്ടി നിൽക്കുക. ഹല്ലേലൂയ.
അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരേ യഹോവയെ വാഴ്ത്തുവേ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. റഖനറബ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാണ് നമ്മുടെ അരികിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ കർത്താവിന് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം യാഗമാക്കുക. നിങ്ങൾക്ക് ലാഭമെന്ന് നേട്ടമെന്ന് കരുതുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം സമ്മാനിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. യഹോവയുടെ ഇഷ്ടമെന്തെന്നറിയുക. ഈ സമയം ഈ മണിക്കൂർ ഞാൻ എവിടെയായിരിക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ലൈഫ് ഈസിയാകും, നിങ്ങളുടെ ലൈഫ് വിശ്രമമുള്ളതാകും, നിങ്ങളുടെ ലൈഫ് സന്തോഷകരമാകും. ഹല്ലേലൂയ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. അതുകൊണ്ട് ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സേവാത്മാക്കളല്ലയോ. ഹെബ്രായർ 1:14 നമ്മളെ കാണിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ഈ ഭൂമിയിലാക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിലാക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഓടുവാനല്ല, നിങ്ങളുടെ ഇഷ്ടം ചെയ്യുവാനല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാനാണ്. ഹലോ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെസക്കിയ രോഗബാധിതനായി അവൻ തൻ്റെ കട്ടിലിൽ കിടന്ന് വേദനയോടെ കിടക്കുമ്പോൾ പ്രവാചകന് ദൈവം വിട്ടു. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കും. പ്രവചനം പറഞ്ഞിട്ട് പ്രവാചകനിങ്ങ് പോന്നു. അത് കേട്ട് സങ്കടപ്പെട്ട് ഹെസക്കിയ ചുമരിനോട് തിരിഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ, ഞാൻ ചെയ്ത നീതിപ്രവൃത്തികൾ നീ കാണുന്നില്ലയോ? എന്നെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണോ? അവൻ നിലവിളിച്ചു. നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ ഇറങ്ങിപ്പോയ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, തിരിച്ചു ചെല്ലുക. അവൻ ഉള്ളം തുറന്നു, അവൻ കണ്ണുനീരൊഴുക്കി, അവൻ ജീവിതത്തിലുള്ള തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, 15 വർഷം കൂടെ നിൻ്റെ ആയുസ് ഞാൻ നീട്ടിത്തന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുവാൻ. ചിലർ ദൈവത്തോട് പറയുകയാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് കുറച്ച് ആളുകൾ, എൻ്റെ കെട്ടിയോനെ കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കണം, എനിക്ക് ആ സാരിയും ആ ഡ്രസ്സൊക്കെ എനിക്ക് തേച്ച് കൊടുക്കണം, ആ ഷൂവൊക്കെ എനിക്ക് ഇടിയിപ്പിച്ച് കൊടുക്കണം. ഒരു ചേർത്തിയുള്ള 2 ഇടി എങ്ങനെ ഇനി അടുത്ത വർഷം കിട്ടാതെ പോകും ദൈവമേ, അതിനുള്ള അവസരം നീ എനിക്ക് തരൂ. ഹല്ലേലൂയ. അതിനല്ല, ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാകുവാൻ, അർത്ഥം ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ നിനക്ക് ഞാൻ ആയുസ്സ് നീട്ടി തന്നിരിക്കുന്നു. ആർക്കൊക്കെ ഉള്ള ദൂതാണ്, കയറി പിടിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാനാണ് നിങ്ങളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആ പദ്ധതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൂതന്മാരാഗ്രഹിക്കുന്നു. അവർ മാന്യന്മാരാണ്. ഇന്ന് പലരുടെയും ദൂതന്മാർ തൊഴിലില്ലാ പ്രതിസന്ധിയിലാണ്. ഹല്ലേലൂയ. മറ്റേ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൊഴിൽ എന്താണ്? സ്ത്രീകളുടെ ഒരു പരിപാടി എന്താണ്? തൊഴിലുറപ്പിലെ തൊഴിലല്ല കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, തൊഴിലുറപ്പിലെ തൊഴിൽ പോലെയാണ് പല ദൂതന്മാരും താടിക്ക് കൈ കൊടുത്തിരിക്കുക. 10 മണിക്കൊന്ന് ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കയറിയിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് 1.5 മണിക്കൂർ ചായ കുടി. ഇതാ ഇപ്പോൾ ദൂതന്മാരുടെ പരിപാടി. വേറെ പരിപാടിയൊന്നും ഇല്ല. അവർക്ക് ജോലിയില്ല. കാരണം വചനമൊന്നും വെളിപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടിയുള്ള കൽപ്പനകളൊന്നും വരുന്നില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൂതന്മാർ കയറിയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളെടുക്കൽ വന്നിരിക്കുന്ന ദൂതന്മാർ ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ദൂതന്മാർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വാക്കുകളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ ദൂതന്മാരെ സജീവമാക്കും. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒരു വിജാതിനായ കോർണേലിയുസിൻ്റെ പ്രാർത്ഥന ദൈവഹിതത്തോട് ചേർന്നവൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ പറഞ്ഞു, നീ പത്രോസ് ഇന്ന സ്ഥലത്തുണ്ട്, വിളിക്കാൻ പറഞ്ഞു. 3 പേര് പത്രോസിനെ അന്വേഷിച്ചു പോയി. കോർണേലിയസ് പറഞ്ഞു വിട്ടു. പത്രോസ് ഈ സമയത്ത് ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് ഇറക്കിയിരിക്കുന്ന ഒരു തുപ്പട്ടി, അതിനകത്ത് പല വിധത്തിലുള്ള മൃഗങ്ങൾ, ഇഴജാതികൾ, അത് കൊന്നു ഭക്ഷിക്കാൻ പറഞ്ഞു. പിന്നോ അശുദ്ധമായതൊന്നും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞത് എടുക്കപ്പെട്ടു. 3 പ്രാവശ്യം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നെണ്ണരുത്. എന്തിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്? ജാതികളെയാണ്. യേശു തൻ്റെ രക്തത്താൽ അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്ന വാർത്ത പത്രോസിനെ അറിയിക്കുകയാണ്. അവരന്നുവരെ യഹൂദരുടെ ഇടയിൽ മാത്രമാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം വിജാതിരുടെ ഇടയിലേക്കുള്ള ശുശ്രൂഷയെ കൊണ്ടുവരുവാൻ ഒരു ദൂതനെ അയച്ചിരിക്കുകയാണ്. ദൈവദൂതന്മാർ നിങ്ങളുടെ ശുശ്രൂഷകളെ പുതിയ തലത്തിലേക്ക് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തലപ്രവൃത്തി 10:22 അതിനവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവരുമായ കോർണേലിയൂസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹോളി ഏഞ്ചലിനാൽ, വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള ദൂതൻ വിശുദ്ധ ദൂതനാണ്. പ്രൈസ് ദി ലോർഡ്. അശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല കേട്ടോ. നിങ്ങളുടെ കൂടെയുള്ള സഹായി, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധിക്ക് വിപരീതമായത് ചിന്തിച്ചാൽ അതറിയും. കാരണം അവർ വിശുദ്ധ ദൂതന്മാരാണ്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിപ്പോൾ ഇടപെടുന്നു. ലഖറലബ, ഒരു വിശുദ്ധ ദൂതനാ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നത്. അശുദ്ധിയെ വിട്ടൊഴിയുവീൻ. ചിന്തക്കകത്ത് ഭയങ്കര അശുദ്ധി കിടക്കുന്ന ആരോ ഈ വചനം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയാ. വിശുദ്ധ ദൂതൻ നിന്റെ കൂടെയുണ്ട്. കേൾപ്പിച്ചു കൊടുക്കുന്നു. സ്തുതിച്ചേ. ഗൂഗിൾ മീറ്റുള്ളവർ പ്രാർത്ഥിക്കുക, യൂട്യൂബിൽ ഇത് കാണുന്നവർ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അശുദ്ധികൾ അഴിയട്ടെ.